സിദ്ധ ചികിത്സ എന്ന് പറയുമ്പോൾ അതൊരു ചികിത്സാ ശാസ്ത്രം എന്നതിനേക്കാൾ ഉപരിയായി ഒരു പ്രിവെൻഷൻ, അതായത് അതിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അതായത് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അസുഖം വരാതെ എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നുള്ളതാണ് സിദ്ധാശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മുടെ ഭക്ഷണ ക്രമീകരണം, വ്യായാമം, ഉറക്കത്തിൻ്റെ പാറ്റേൺ കറക്റ്റ് ചെയ്യുക, ഋതുചര്യ, അതായത് ഓരോ ഋതുക്കളിലും നമ്മൾ ആചരിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഈ PCOD സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യതിയാനം കൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ദാറ്റ് ലീഡ്സ് ടു ഇൻഫെർട്ടിലിറ്റി. ഈ ഇൻഫെർട്ടിലിറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ജീവിതചര്യയിൽ വരുന്ന ചിട്ടപ്പെടുത്തൽ തന്നെയാണ് വേണ്ടത്. അതായത് ഒരു മെനാർക്ക് അറ്റൈൻ ചെയ്യുന്ന ഒരു പെൺകുട്ടി അതുമുതൽ അവർ ഈ ഇൻഫെർട്ടിലിറ്റി പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടുള്ള മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ അത് ചെയ്തു വന്നിരുന്നു. പക്ഷേ ഇന്ന് ലൈഫ് സ്റ്റൈൽ മൊത്തം മാറിയിരിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് അറിയാത്തൊരവസ്ഥയിലൂടെയാണ് ഇന്നത്തെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ട്രെസ് ലെവൽ വളരെ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പീസ്ഫുള്ളായി സമാധാനപരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഹോർമോൺസിൻ്റെ സെക്രീഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ നടന്നു പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഓവുലേഷൻ, യൂട്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കറക്റ്റായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് ഇൻഫെർട്ടിലിറ്റി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഇന്നത്തെ കാലത്ത് ഇൻഫെർട്ടിലിറ്റി ഇത്ര കൂടുതലാവാനുള്ള കാരണവും.